ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് എസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ PYQ ഡിസ്കഷൻ്റെ 13ാമത്തെ ക്ലാസ്സാണ് നമ്മുടെ ഇന്നത്തെ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ഫുള്ളി സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. ക്ലാസ്സിൻ്റെ എല്ലാം PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ജോയിൻ ചെയ്തോ. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കാലക്രമം അനുസരിച്ച് എഴുതുക. ഓപ്ഷൻ എ പശ്ചിമോദയം, രാജ്യസമാചാരം, പശ്ചിമതാരക, കേരളമിത്രം. അടുത്തത് രാജ്യസമാചാരം, പശ്ചിമോദയം, കേരളമിത്രം, പശ്ചിമതാരക. അടുത്ത ഓപ്ഷനാണ് രാജ്യസമാചാരം, പശ്ചിമോദയം, പശ്ചിമതാരക, കേരളമിത്രം. അടുത്ത ഓപ്ഷൻ പശ്ചിമോദയം, പശ്ചിമതാരക, കേരളമിത്രം, രാജ്യസമാചാരം. ഓക്കെ, നമ്മുടെ ഉത്തരം ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം പത്രങ്ങളാണ്. ഈ പത്രങ്ങൾ എന്നാണ് വന്നത് എന്നതിൻ്റെ കാലക്രമം അനുസരിച്ച് എഴുതാനാണ് നമ്മുടെ ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. രാജ്യസമാചാരമാണ് ആദ്യം വന്നത്, അതിനുശേഷം പശ്ചിമോദയം, അതിനുശേഷമാണ് പശ്ചിമതാരക, അവസാനം വന്നത് കേരളമിത്രം. ഓരോ പത്രത്തെക്കുറിച്ചും നമുക്കിനി വിശദമായിട്ട് പഠിച്ചു പോകാം. ഒന്നാമത്തത് രാജ്യസമാചാരം. മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ മക്കളെ, അത് രാജ്യസമാചാരമാണ്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് GK ആണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. മലയാളത്തിലെ ആദ്യ പത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് രാജ്യസമാചാരമാണ്. കേരളത്തിൽ നിന്നും പ്രസിദ്ധീകരിച്ച ആദ്യത്തെ വർത്തമാന പത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് രാജ്യസമാചാരം. എന്നാണ് ഈ പത്രം പ്രസിദ്ധീകരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1847 ജൂണിലാണ് കേരളത്തിൽ നിന്നും രാജ്യസമാചാരം പത്രം പുറത്തിറങ്ങിയത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. രാജ്യസമാചാരം എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹെർമൻ ഗുണ്ടറ്റ് ആണ്. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തകനായിരുന്നു ഹെർമൻ ഗുണ്ടറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പോയിന്റാണ് രാജ്യസമാചാരവുമായി ബന്ധപ്പെട്ട് പഠിച്ചത്. ഒന്നാമത്തെ പോയിന്റാണ് മലയാളത്തിലെ ആദ്യ പത്രമാണ് രാജ്യസമാചാരം. കേരളത്തിൽ നിന്നും പ്രസിദ്ധീകരിച്ച ആദ്യത്തെ വർത്തമാന പത്രം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും രാജ്യസമാചാരം. എന്നാണ് എന്ന് ചോദിച്ചാൽ മക്കളെ ഈ ഒരു ഡേറ്റ് ഓർത്തു വയ്ക്കുക. 1847 ജൂൺ എന്നുള്ളത് അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കണം. ഓക്കെ, രാജ്യസമാചാരം എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹെർമൻ ഗുണ്ടറ്റ് ആണ്. ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തകനായിരുന്നു ഹെർമൻ ഗുണ്ടറ്റ് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. നമുക്ക് അടുത്ത പത്രത്തെക്കുറിച്ച് നോക്കാം. പശ്ചിമോദയം. മലയാളത്തിലെ രണ്ടാമത്തെ വർത്തമാന പത്രമാണ് പശ്ചിമോദയം. പശ്ചിമോദയം പുറത്തിറങ്ങിയ വർഷം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ ഇതേ ഡേറ്റ് നോക്കിയേ. സെയിം ഡേറ്റ് ആണ് 1847, പക്ഷേ മാസം ഒക്ടോബർ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത് ജൂണിൽ ഇറങ്ങി, അടുത്തത് ഇറങ്ങിയത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. വീണ്ടും ഒരു 4 മാസങ്ങൾക്ക് ശേഷമാണ് രണ്ടാമത്തെ പത്രമായിട്ടുള്ള പശ്ചിമോദയം. അതും സെയിം ഡേറ്റ് തന്നെയാണ് 1847. മാസം മാത്രമാണ് മാറിയിട്ടുള്ളൂ. ഒക്ടോബറിലാണ് പശ്ചിമോദയം എന്ന് പറയുന്ന പത്രം, അതായത് മലയാളത്തിലെ രണ്ടാമത്തെ വർത്തമാന പത്രം പുറത്തിറങ്ങിയത് 1847 ഒക്ടോബറിലാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. പശ്ചിമോദയം പ്രസിദ്ധീകരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റ് തന്നെയാണ് പശ്ചിമോദയം പ്രസിദ്ധീകരിച്ചത്. ഇനി പശ്ചിമോദയത്തിൻ്റെ എഡിറ്റർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഫ്രെഡറിക് മുള്ളർ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ പശ്ചിമോദയത്തിൻ്റെ എഡിറ്റർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്രെഡറിക് മുള്ളർ ആണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. കേരളത്തിലെ ആദ്യത്തെ ശാസ്ത്ര മാസിക എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? പശ്ചിമോദയം തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ ശാസ്ത്ര മാസിക എന്നറിയപ്പെടുന്നതും പശ്ചിമോദയമാണ്. ഹെർമൻ ഗുണ്ടറ്റിൻ്റെ കേരള പഴമ, കേരളോൽപ്പത്തി എന്നീ ഗ്രന്ഥങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും പശ്ചിമോദയം തന്നെയാണ്. അപ്പോൾ ഹെർമൻ ഗുണ്ടറ്റിൻ്റെ കേരള പഴമ, കേരളോൽപ്പത്തി എന്നീ ഗ്രന്ഥങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അതിൻ്റെ ഉത്തരം പശ്ചിമോദയമാണ്. അപ്പോൾ ഹെർമൻ ഗുണ്ടറ്റിൻ്റെ കേരളപ്പഴമ, കേരളോൽപ്പത്തി എന്നീ ഗ്രന്ഥങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രവും ഏത് തന്നെയാണ്? പശ്ചിമോദയം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞ്. മലയാളത്തിലെ രണ്ടാമത്തെ വർത്തമാന പത്രം പശ്ചിമോദയം. ഡേറ്റ് ഓർത്തു വച്ചോ, 47 ഒക്ടോബറിലാണെന്നുള്ളത്. ആരാണ് പ്രസിദ്ധീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റ്. ഇവിടെ എഡിറ്ററെ മാത്രം ഓർത്തു വയ്ക്കുക, അത് ഫ്രെഡറിക് മുള്ളറാണ്. ബാക്കി രാജ്യസമാചാരവും അതേപോലെ തന്നെ നമ്മുടെ പശ്ചിമോദയം പ്രസിദ്ധീകരിച്ച വ്യക്തി സെയിം ആണ്. ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹെർമൻ ഗുണ്ടറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ശാസ്ത്ര മാസികയാണ് പശ്ചിമോദയം. ഹെർമൻ ഗുണ്ടറ്റിൻ്റെ
കേരളപ്പഴമ അതേപോലെ തന്നെ കേരളോൽപ്പത്തി എന്നീ ഗ്രന്ഥങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിച്ചതും പശ്ചിമോദയത്തിലാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അടുത്തതാണ് വെസ്റ്റേൺ സ്റ്റാർ. വെസ്റ്റേൺ സ്റ്റാർ ആരംഭിച്ച വ്യക്തിയാണ് പോൾ മെർവിൻ മാർക്കർ. ഓക്കെ, അപ്പോൾ വെസ്റ്റേൺ സ്റ്റാർ ആരംഭിച്ച വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോൾ മെർവിൻ മാർക്കർ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രമായ വെസ്റ്റേൺ സ്റ്റാറിൻ്റെ ആദ്യ എഡിറ്റർ ആയിരുന്നു ചാൾസ് ലോസൺ. പിന്നീട് ഇദ്ദേഹം മദ്രാസ് മെയിലിൻ്റെ എഡിറ്റർ ആവുകയും ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രമായ വെസ്റ്റേൺ സ്റ്റാറിൻ്റെ ആദ്യത്തെ എഡിറ്റർ ചോദിച്ചാൽ മക്കളെ അത് ചാൾസ് ലോസൺ ആണ്. പിന്നീടാണ് ഇദ്ദേഹം മദ്രാസ് മെയിലിൻ്റെ എഡിറ്റർ ആയത്. വെസ്റ്റേൺ സ്റ്റാറിൻ്റെ മലയാളം എഡിഷൻ അറിയപ്പെട്ടിരുന്നതാണ് പശ്ചിമതാരക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ കണ്ട മൂന്നാമത്തെയാണ് നിലവിൽ പശ്ചിമതാരക. അപ്പോൾ വെസ്റ്റേൺ സ്റ്റാറിൻ്റെ മലയാളം എഡിഷൻ അറിയപ്പെട്ടിരുന്നതാണ് പശ്ചിമതാരക. അപ്പോൾ പശ്ചിമതാരക എന്നാണ് പുറത്തിറക്കിയത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം 1864 പശ്ചിമതാരിക അതർവൈസ് നോൺ എസ് വെസ്റ്റേൺ സ്റ്റാറിൻ്റെ എഡിഷൻ എന്ത് ചെയ്തത് നിലവിൽ എഡിഷൻ തയ്യാറാക്കിയത്. ഓക്കെ, അപ്പോൾ 1864 മലയാള പത്രങ്ങളിലെ ഒന്നാമത്തെ മലയാളി പത്രാധിപർ എന്നൊക്കെ അറിയപ്പെടുന്നത് കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസ് ആണ്. അതായത് പശ്ചിമതാരകയുടെ പത്രാധിപനാണ് മലയാള പത്രങ്ങളിലെ ഒന്നാമത്തെ മലയാളി എന്നറിയപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ വെസ്റ്റേൺ സ്റ്റാർ അതർവൈസ് നോൺ എസ് പശ്ചിമതാരക ആരംഭിച്ച വ്യക്തി പോൾ മെർവിൻ മാക്കർ ആണ്. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രമാണ് വെസ്റ്റേൺ സ്റ്റാർ. ആദ്യ എഡിറ്റർ ചാൾസ് ലോസൺ ആണെന്ന് പറഞ്ഞു. പിന്നീട് ഇദ്ദേഹം മദ്രാസ് മെയിലിൻ്റെ എഡിറ്ററായി. വെസ്റ്റേൺ സ്റ്റാറിൻ്റെ മലയാളം എഡിഷൻ അറിയപ്പെട്ടതാണ് പശ്ചിമതാരക. അത് പുറത്തിറങ്ങിയത് 1864 ഓർത്തു വയ്ക്കുക. മലയാള പത്രങ്ങളിലെ ഒന്നാമത്തെ മലയാളി എന്നറിയപ്പെടുന്ന പത്രാധിപരാണ് ആര്? കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസ്. അതായത് പശ്ചിമതാരകയുടെ പത്രാധിപർ എന്നറിയപ്പെടുന്നത് കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അടുത്തതാണ് കേരളമിത്രം. കേരളത്തിലെ ആദ്യത്തെ വൃത്താന്ത പത്രമാണ് കേരളാമിത്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വൃത്താന്ത പത്രമാണ് കേരളാമിത്രം. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം സംഭാവന നൽകിയ ഗുജറാത്തി വ്യവസായി ആരാന്ന് ചോദിച്ചാൽ അതാണ് ദേവ്ജി ഭീംജി എന്ന് പറയുന്നത്. അപ്പോൾ മലയാളത്തിലെ പത്രപ്രവർത്തനത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം സംഭാവന നൽകിയ ഗുജറാത്തി വ്യവസായിയുടെ പേരാണ് ദേവ്ജി ഭീംജി. കേരളാമിത്രത്തിൻ്റെ ആദ്യത്തെ എഡിറ്റർ ആരാണെന്ന് ചോദിച്ചാൽ അത് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ കേരളാമിത്രത്തിൻ്റെ ആദ്യത്തെ എഡിറ്ററാണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിള. ഈ കണ്ടത്തിൽ വർഗീസ് മാപ്പിള എഡിറ്ററായിട്ടുള്ള ഇന്നും നിലവിൽ നിലവിലുള്ള സർക്കുലേഷനുള്ള ഒരു പത്രമുണ്ട്. ആ പത്രത്തിൻ്റെ പേരെന്താണെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ താഴെ പറയുന്നവയിൽ ഇപ്പോഴും നിലവിലുള്ള കണ്ടത്തിൽ വർഗീസ് മാപ്പിള പത്രാധിപർ അല്ലെങ്കിൽ അതിൻ്റെ എഡിറ്ററായിട്ടുള്ള വ്യക്തി നിലവിലത്തെ പത്രം ഏതാണെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ യഥാർത്ഥ പത്രമാണ് കേരളമിത്രം എന്ന് അഭിപ്രായപ്പെട്ടത് പെരുന്ന KN നായരാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ യഥാർത്ഥ പത്രമാണ് കേരളമിത്രം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ അത് പെരുന്ന KN നായരാന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കേരളമിത്രവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളൂ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വൃത്താന്ത പത്രമാണ് കേരളമിത്രം എന്ന് പറയുന്നത്. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം സംഭാവന നൽകിയ ഗുജറാത്തി വ്യവസായിയാണ് ദേവ്ജി ഭീംജി. കേരളത്തിൻ്റെ ആദ്യത്തെ എഡിറ്റർ ആരാന്ന് ചോദിച്ചാൽ കേരളമിത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ ആരാന്ന് ചോദിച്ചാൽ അത് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. അതേപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ യഥാർത്ഥ പത്രം ഏതാന്ന് ചോദിച്ചാൽ അത് കേരളമിത്രമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ പെരുന്ന KN നായരാന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ 4 പത്രത്തെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ ആയിരുന്നു രാജ്യസമാചാരം 1847 ജൂൺ. പശ്ചിമോദയമാണെങ്കിൽ 1847 ഒക്ടോബർ. അതേപോലെ തന്നെ വെസ്റ്റേൺ സ്റ്റാർ അല്ലെങ്കിൽ പശ്ചിമതാരിക എന്ന് പറയുന്ന ആ ഒരു പത്രത്തിൻ്റെ എഡിഷൻ എന്നായിരുന്നു എന്ന് ചോദിച്ചാൽ 1864. പിന്നീട് വരുന്നതാണ് കേരളമിത്രം. അത് ദേവ്ജി ഭീംജി മലയാള പത്രപ്രവർത്തനത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം സംഭാവന നൽകിയ വ്യക്തി. അതേപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ വൃത്താന്ത പത്രം എന്നറിയപ്പെടുന്നത് കേരളമിത്രമാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. കേരളമിത്രത്തിൻ്റെ ആദ്യ എഡിറ്ററാണ്
കണ്ടത്തിൽ വർഗീസ് മാപ്പിള. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ്. കേരള സർക്കാർ നടപ്പാക്കുന്ന സ്നേഹപൂർവം പദ്ധതിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അപ്പോൾ എന്താണ്, എപ്പോഴും നമുക്ക് സ്കീമുകൾ പഠിക്കാനുണ്ട്. കേരള PSCക്ക് ഒത്തിരിയധികം ഇഷ്ടമുള്ളൊരു ചോദ്യം, റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ളൊരു ചോദ്യം വരുന്ന ഒരു മേഖലയാണ് കേരളത്തിലെ പദ്ധതികൾ എന്നറിയപ്പെടുന്ന ആ ഒരു വിഭാഗം. അപ്പോൾ സാമൂഹ്യക്ഷേമ പദ്ധതികളിലെ ഒരു ചോദ്യം നമുക്ക് മസ്റ്റാണ്. അപ്പോൾ നോക്കിക്കോ, കേരള സർക്കാർ നടപ്പാക്കുന്ന സ്നേഹപൂർവം പദ്ധതിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ, ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനുമായി ആവിഷ്കരിച്ച പദ്ധതിയാണ്. കിടപ്പ് രോഗികളെയും മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി. അടുത്തത്, പ്രമേഹം ബാധിച്ച കുട്ടികളുടെയും കൗമാരക്കാരുടെയും ആരോഗ്യ പരിരക്ഷയ്ക്കായി ആവിഷ്കരിച്ച പദ്ധതി. അടുത്ത ഓപ്ഷനാണ്, മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികപരമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ ധനസഹായം നൽകുന്ന പദ്ധതി. അപ്പോൾ 4 ഓപ്ഷനാണ്. അതിൽ നിന്നും ഏതാണ് പദ്ധതി, അതായത് കേരള സർക്കാർ നടപ്പാക്കുന്ന സ്നേഹപൂർവ്വം പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ്, ഓപ്ഷൻ ഡി ആണ് സ്നേഹപൂർവ്വം പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറയുന്ന മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികപരമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യുന്നു, കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ബാക്കി വസ്തുതകളിലേക്ക് നോക്കാം. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരോടൊപ്പം കഴിയുന്ന അനാഥരായ കുട്ടികൾക്ക് സഹായം നൽകുന്നതിന് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയും ഏത് തന്നെയാണ്, സ്നേഹപൂർവ്വം തന്നെയാണ്. സമൂഹത്തിലെ മറ്റു കുട്ടികളുടെ നിലവാരത്തിലേക്ക് അനാഥരുടെ ഏറ്റവും ദുർബലരായ ഗ്രൂപ്പുകളുടെ അടിസ്ഥാന വിദ്യാഭ്യാസം, സാമൂഹിക ഏകീകരണം, പോഷകാഹാരം എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് കുട്ടികളെ അനാഥാലയങ്ങളിലേക്ക് അയക്കുന്നതിനു പകരം അവരുടെ കുടുംബത്തിൽ ജീവിക്കാൻ കുടുംബാംഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് ഈ അനാഥരുടെ കുടുംബങ്ങൾക്ക് സഹായഹസ്തം നീട്ടുക. ഈ വിഭാഗത്തിലെ കുട്ടികൾ, അനാഥർ, ഉപേക്ഷിക്കപ്പെട്ട കുട്ടികൾ, യുദ്ധം, വർഗീയ കലാപങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, അപകടങ്ങൾ തുടങ്ങിയവയിൽ മാതാപിതാക്കളെയും നഷ്ടപ്പെട്ട കുട്ടികൾ ഉൾപ്പെടുന്നു. HIV ബാധിത കുടുംബങ്ങളിലെ കുട്ടികൾക്കും പ്രത്യേക ധനസഹായം നൽകുന്നു. ഈ കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മിഷൻ പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ മിഷനിലൂടെ സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിൽ നടപ്പാക്കുന്ന പദ്ധതിയാണിത്. പദ്ധതിയുടെ ഗുണഭോക്താക്കൾ, അതേപോലെ തന്നെ യോഗ്യതാ മാനദണ്ഡം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ രണ്ടുപേരും നഷ്ടപ്പെട്ട കുട്ടികൾ, 1-ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള വിദ്യാർത്ഥികൾ, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അതേപോലെ തന്നെ BPL വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ. ഇവരൊക്കെയാണ് നിലവിൽ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ യോഗ്യതാ മാനദണ്ഡം എന്ന് പറയുന്നത് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ രണ്ടുപേരും നഷ്ടപ്പെട്ട കുട്ടികൾ, 1-ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള വിദ്യാർത്ഥികൾ, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, BPL വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ. APL വിഭാഗത്തിൽപ്പെട്ട വാർഷിക വരുമാനം 20,000 രൂപയിൽ താഴെയുള്ള ഗ്രാമപ്രദേശങ്ങളിലെ കുട്ടികൾക്കും തദ്ദേശ സ്ഥാപനം ഗ്രാമപഞ്ചായത്ത് 22,373 രൂപയിൽ താഴെയുള്ള നഗരപ്രദേശങ്ങളിലെ കുട്ടികൾക്ക്, അതായത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിയിലുള്ള കുട്ടികൾക്കും എന്താണ് ഇതിൻ്റെ അകത്ത് ഉപഭോക്താക്കളാണ്. സഹായത്തുക എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 1 മുതൽ 5 വരെയുള്ള ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രതിമാസം 300 രൂപയാണ് ഇതിൻ്റെ സഹായത്തുകയായിട്ട് വരുന്നത്. അപ്പോൾ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അതായത് 1-5 ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രതിമാസം 300 രൂപയാണ് ഇതുവഴി ലഭിക്കുന്നത്. അതേപോലെ തന്നെ 6 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് പ്രതിമാസം 500 രൂപയാണ് ഇതിൻ്റെ സഹായഹസ്തമായി നിലവിൽ ലഭിക്കുന്ന തുക എന്ന് പറയുന്നത്. 6 to 10 വരെയുള്ള കുട്ടികൾക്ക് പ്രതിമാസം 500 രൂപ. ഇനി 11 മുതൽ 12 വരെയുള്ള കുട്ടികൾക്ക് 750 രൂപയാണ് കിട്ടുന്നത്. അതായത് +1 +2 വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് 750 രൂപയാണ് +1 +2 വിദ്യാർത്ഥികൾക്ക്. അടുത്തത് ഡിഗ്രി കോഴ്സുകൾ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രിക്കാർക്കും പ്രതിമാസം ലഭിക്കുന്ന രൂപ എന്ന് പറയുന്നത് 1000 രൂപയാണ്. ഡിഗ്രി കോഴ്സുകൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് 1000 രൂപയാണ്. ഡിഗ്രി കോഴ്സുകൾ ഉള്ള
അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രിക്കാർക്ക് പ്രതിമാസം ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് 1000 രൂപ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ സ്നേഹപൂർവ്വം പദ്ധതി എന്താണെന്നും അതിൻ്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണെന്നുള്ളതും അതിന് നിലവിലെ ഗുണഭോക്താക്കൾക്ക് വേണ്ട യോഗ്യതാ മാനദണ്ഡം എന്താണെന്നുള്ളതും ഇതുവഴി നമുക്ക് ലഭിക്കുന്ന സഹായത്തുക എത്രയാണ് എന്നുള്ളതുമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചേരുംപടി ചേർക്കുക. കേരളശ്രീ ഏതാണ്? കേരളപ്രഭ, കേരളജ്യോതി, പത്മശ്രീ. ഓക്കെ, അപ്പോൾ ചേരുംപടി ചേർക്കുക എന്നുള്ളത് ഇന്ന് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ചേരുംപടി ചേർക്കുകയും പ്രസ്താവന രീതിയിലുള്ള ഉദ്യോഗാർത്ഥികളെ ഏറ്റവും കൂടുതൽ വട്ടം ചുറ്റിക്കുന്ന ഒരു ചോദ്യങ്ങളും എന്ന് പറയുന്നതും ഈ ടൈപ്പ് ചോദ്യങ്ങളാണ്. അതായത് ഒന്ന് ചേരുംപടി ചേർക്കുക, മറ്റൊന്ന് പ്രസ്താവന. അപ്പോൾ ഇത് രണ്ടുമാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും പാട്. പക്ഷേ ഇത് നമ്മൾ വേണ്ട രീതിയിൽ നമ്മൾ നോക്കി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ അകത്ത് മാർക്ക് സിമ്പിളായിട്ട് കിട്ടുന്നതുമാണ്. ഓക്കെ, അപ്പോൾ ചേരുംപടി ചേർക്കുക കേരളശ്രീ, അതേപോലെ തന്നെ കേരളപ്രഭ, കേരളജ്യോതി, പത്മശ്രീ. അപ്പോൾ അതിൻ്റെ ഓപ്ഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതുപ്രകാരം നമുക്ക് ഓരോ പുരസ്കാരങ്ങളും അതേപോലെ തന്നെ അത് ലഭിച്ചത് ആർക്കാന്നുള്ളതുമാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിലവിൽ നമുക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ടുള്ള എന്തെന്ന് പറയുന്നത്. നിലവിലത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 1, 4, 3. ഓക്കെ, അപ്പോൾ 2 അതേപോലെ തന്നെ 1, 4, 3 ഇതാണ് ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ബാക്കി വസ്തുതകളിലേക്ക് നോക്കാം. കേരള പുരസ്കാരം 2024 MK സാനു ആണ്. സാഹിത്യം കേരളജ്യോതി. ഓക്കെ, അപ്പോൾ കേരള പുരസ്കാരം 2024 MK സാനു, സാഹിത്യം കേരളജ്യോതി പുരസ്കാരം. എസ് സോമനാഥ് സയൻസ് ആൻഡ് ടെക്നോളജി, കേരളപ്രഭ. ഭുവനേശ്വരി കൃഷി, കേരളപ്രഭ. സഞ്ജു സാംസൺ കായികം, കേരളശ്രീ. അതേപോലെ തന്നെ കലാമണ്ഡലം വിമല മേനോനാണ് കല, കേരളശ്രീ. TK ജയകുമാറാണ് ആരോഗ്യം, കേരളശ്രീ. അതേപോലെ തന്നെ നാരായണ ഭട്ടതിരി കാലിഗ്രഫി, കേരളശ്രീ. ഷൈജ ബേബിയാണ് സാമൂഹിക സേവനം, കേരളശ്രീ. VK മാത്യൂസ് വ്യവസായം വാണിജ്യം, കേരളശ്രീ. ഇനി കേരള പുരസ്കാരം 2023 T പത്മനാഭൻ സാഹിത്യം, കേരളജ്യോതി. ജസ്റ്റിസ് റിട്ടയർഡ് M ഫാത്തിമ ബീവി സാമൂഹ്യ സേവനം, സിവിൽ സർവീസ്, കേരളപ്രഭ. സൂര്യ കൃഷ്ണമൂർത്തി നടരാജ കൃഷ്ണമൂർത്തി കല, കേരളപ്രഭ. പുനലൂർ സോമരാജൻ സാമൂഹ്യ സേവനം, കേരളശ്രീ. VP ഗംഗാധരൻ ആരോഗ്യമേഖല, കേരളശ്രീ. അതേപോലെ തന്നെ രവി DC വാണിജ്യ വ്യവസായ മേഖല, കേരളശ്രീ. KM ചന്ദ്രശേഖർ സിവിൽ സർവീസ്, കേരളശ്രീ. പണ്ഡിറ്റ് രമേശ് നാരായണൻ കല, കേരളശ്രീ. പ്രഥമ കേരള പുരസ്കാരം 2022 നമ്മൾ നോക്കുകയാണെങ്കിൽ MT വാസുദേവൻ നായർ, കേരള ജ്യോതി. മമ്മൂട്ടി കല, കേരളപ്രഭ. ഓംചേരി NN പിള്ള സാഹിത്യം, കേരളപ്രഭ പുരസ്കാരം. T മാധവൻ സിവിൽ സർവീസ് സാമൂഹിക സേവനം, കേരളപ്രഭ. MP പരമേശ്വരൻ ശാസ്ത്രം സാമൂഹ്യ സേവനം, കല, കേരളശ്രീ. ഗോപിനാഥ് മുതുകാട് ശാസ്ത്രം സാമൂഹ്യ സേവനം, കല, കേരളശ്രീ പുരസ്കാരം. ഡോക്ടർ സത്യഭാമ ദാസ് ബിജു ശാസ്ത്രം, കേരളശ്രീ. വൈക്കം വിജയലക്ഷ്മി കല, കേരളശ്രീ. കൊച്ചൗസേഫ് ചിറ്റിലപ്പള്ളി സാമൂഹിക സേവനം വ്യവസായം, കേരളശ്രീ. കാനായി കുഞ്ഞിരാമൻ കല, കേരളശ്രീ. ഓക്കെ, ഇനി പത്മശ്രീ ലഭിച്ച മലയാളികൾ 2023 2024 നമുക്കൊന്ന് നോക്കാം. VP അപ്പുക്കുട്ടൻ പൊതുവാള് സാമൂഹിക പ്രവർത്തനം. CM ഐസക്കിനാണ് 2023 സാഹിത്യം വിദ്യാഭ്യാസം. ചെറുവയൽ K രാമൻ മറ്റുള്ളവ കൃഷി. SRD പ്രസാദ് കായികമാണ്. പത്മശ്രീ ലഭിച്ച മലയാളികൾ 2024 ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ സത്യനാരായണ ബലേരി, അത് മറ്റുള്ളവ കൃഷിയാണ്. പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട് സാഹിത്യം വിദ്യാഭ്യാസം, മരണാനന്തരമാണ് ലഭിക്കുന്നത്. EP നാരായണൻ കലയിലാണ്. അതേപോലെ തന്നെ മുനി നാരായണ പ്രസാദ് സാഹിത്യം വിദ്യാഭ്യാസം. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് സാഹിത്യം വിദ്യാഭ്യാസം. അതേപോലെ തന്നെ സദനം PV ബാലകൃഷ്ണൻ കലയാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് നിലവിൽ ചോദിച്ചിരിക്കുന്ന കേരള പുരസ്കാരം 2024 2023 2022 വരെ നമ്മൾ പറഞ്ഞു ആർക്കൊക്കെയാണ് കേരള പുരസ്കാരം കിട്ടിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളജ്യോതി, കേരളപ്രഭ, അതേപോലെ തന്നെ കേരളശ്രീ പുരസ്കാരങ്ങൾ 2024 നമ്മൾ പറഞ്ഞു, 2023 നമ്മൾ പറഞ്ഞു, 2022 നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ പത്മശ്രീ 2022 2023 2024 നമ്മൾ പറഞ്ഞു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ,
കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഏതാണ്? കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ലെവലിലുള്ള ചോദ്യമാണ്. ഈ കഴിഞ്ഞ നമ്മുടെ സെക്രട്ടേറിയറ്റ് OA എക്സാം നമ്മൾ വിശകലനം ചെയ്തപ്പോൾ പറഞ്ഞതാണ്. അത്യാവശ്യം നല്ല ലെവല്, അതായത് സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങളും ചേരുംപടി ചേർക്കുക എന്ന വിഭാഗത്തിൽ നിന്നും 2 കിടിലൻ ചോദ്യം തന്നെയാണ് അവിടെ വന്നത്. അപ്പോൾ ഇനി നമുക്ക് നിങ്ങൾക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങൾ വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ താഴെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മതി. നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ മുഴുവൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഈ പറയുന്ന ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട് പ്രസ്താവന രീതിയിലുള്ള ഏകദേശം 500ഓളം ചോദ്യങ്ങളുടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്ലേലിസ്റ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിക്ക് മുന്നേ ചെയ്യണമെന്നാണ്, എക്സാമിന് മുന്നേ ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ മാക്സിമം നമുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഏതാണ്? ഹെഡ്ഫോൺ, സ്പീക്കർ, സൗണ്ട് കാർഡ്, മൈക്രോഫോൺ. ബേസ് ലെവൽ ചോദ്യമാണ്. ഉത്തരം മൈക്രോഫോൺ ആണ്. കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന പ്രക്രിയയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക് വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഇൻപുട്ട് എന്ന്. ഇൻപുട്ട് നൽകാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അറിയപ്പെടുന്നതാണ് ഇൻപുട്ട് ഉപകരണങ്ങൾ. അപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന പ്രക്രിയയാണ് ഇൻപുട്ട്. ഇൻപുട്ട് നൽകാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അറിയപ്പെടുന്നതാണ് ഇൻപുട്ട് ഉപകരണങ്ങളെന്ന്. പ്രധാന ഇൻപുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ, ഇൻപുട്ട് ഉപകരണങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, വിവരങ്ങൾ നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏതൊക്കെയാ? കീബോർഡ്, ലൈറ്റ് പെന്ന്, സ്കാനർ, ടച്ച് പാഡ്, ട്രാക്ക് ബോൾ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ അതായത് OMR, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ, റെക്കഗ്നൈസേഷൻ OCR, സ്മാർട്ട് കാർഡ് റീഡർ, ബയോമെട്രിക് സെൻസർ, അതേപോലെ തന്നെ മൗസ്, ജോയ്സ്റ്റിക്ക്, ഡിജിറ്റൽ ക്യാമറ, മൈക്രോഫോൺ, ബാർകോഡ് റീഡർ. ഇത്രയാണ് പ്രധാന ഇൻപുട്ട് ഉപകരണങ്ങൾ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബേസ് ലെവൽ ചോദ്യമാണ്, തെറ്റിച്ച് കളയരുത്. അപ്പോൾ പ്രധാന ഇൻപുട്ട് ഉപകരണങ്ങളാണ് ഏതൊക്കെ? അതായത് കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക് നമ്മൾ വിവരങ്ങൾ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളെയും നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് വിളിക്കുന്നു. അതാണ് ഓപ്ഷൻ. നമ്മൾ പറഞ്ഞു കീബോർഡ്, ലൈറ്റ് പെന്ന്, സ്കാനർ, ടച്ച് പാഡ്, ട്രാക്ക് ബോൾ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ, റെക്കഗ്നൈസേഷൻ, അതേപോലെ തന്നെ സ്മാർട്ട് കാർഡ് റീഡർ, ബയോമെട്രിക് സെൻസർ, മൗസ്, ജോയ്സ്റ്റിക്ക്, ഡിജിറ്റൽ ക്യാമറ, മൈക്രോഫോൺ, ബാർകോഡ് റീഡർ. ഇതൊക്കെയാണ് പ്രധാന ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. ഇൻപുട്ട് വിവരങ്ങളെ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കുന്ന ബൈനറി വിവരങ്ങളാക്കി മാറ്റുന്ന ഉപകരണങ്ങളാണ് ഇൻപുട്ട് ഉപകരണങ്ങൾ. പ്രോസസ്സിങ്ങിന് ശേഷം കമ്പ്യൂട്ടറിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളെയാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണോ നമ്മൾ കൊടുത്ത വിവരങ്ങൾ അതൊക്കെ പ്രോസസ്സിങ്ങിന് ശേഷം നമുക്ക് തിരിച്ചു ലഭിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഔട്ട്പുട്ട് എന്ന് വിളിക്കുന്നത്. ഔട്ട്പുട്ട് ലഭ്യമാക്കുന്ന ഉപകരണങ്ങൾ അറിയപ്പെടുന്നതാണ് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ. അപ്പോൾ ഔട്ട്പുട്ട് ലഭ്യമാക്കുന്ന ഉപകരണങ്ങൾ അറിയപ്പെടുന്നതാണ് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ. പ്രധാന ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ VDU, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണ് ഒന്നാമത്തെ. അപ്പോൾ പ്രധാന ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ് VDU, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, പ്രിന്റർ, പ്ലോട്ടർ, സ്പീക്കർ, ഹെഡ്ഫോൺ, സൗണ്ട് വീഡിയോ കാർഡ്, പ്രൊജക്ടർ. ഓക്കെ, അപ്പോൾ പ്രധാന ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ, VDU, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. അത് തന്നെയാണ് ഏറ്റവും ഫസ്റ്റ് നമുക്ക് പറയേണ്ടത്. നമ്മൾ എന്ത് വിവരങ്ങൾ കൊടുത്താലും അതെല്ലാം കമ്പ്യൂട്ടർ അത് എന്താണെന്നുള്ളത് പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം കാണിക്കുന്നത് ഡിസ്പ്ലേ വഴിയാണ്. അപ്പോൾ VDU, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. അടുത്തത് പ്രിന്റർ ആണ്. അതേപോലെ തന്നെ എന്താണ്? പ്ലോട്ടർ, സ്പീക്കർ, ഹെഡ്ഫോൺ, സൗണ്ട് വീഡിയോ കാർഡ്, പ്രൊജക്ടർ. ഇതൊക്കെ എന്താണ്? പ്രധാന ഔട്ട്പുട്ട് ഉപകരണങ്ങളാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അത് ഈ കാണുന്നുണ്ട്, പ്രൊജക്ടർ, പ്രിന്റർ, സ്പീക്കർ, മോണിറ്റർ, അതേപോലെ തന്നെ കീബോർഡ്, മൗസ്, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന സ്കാനർ. ഓക്കെ, ഇൻപുട്ട് ആയും ഔട്ട്പുട്ടായും ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങൾ മോഡം, നെറ്റ്വർക്ക്, കാർഡ്, ടച്ച് സ്ക്രീൻ, ഹെഡ്സെറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നിലവിൽ എന്തായിട്ട് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ആയും ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പ്രോജക്ടർ, പ്രിന്റർ, സ്പീക്കർ, മോണിറ്റർ, കീബോർഡ്, മൗസ്, സ്കാനർ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. PDF-ന്റെ പൂർണ്ണ രൂപം എന്താണ്? ഒത്തിരി തവണ ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. എപ്പോഴും ഈ പറയുന്ന പോലെ തന്നെ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ നിന്നും ഇങ്ങനത്തെ ഷോർട്ട് ഫോം തന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഫുൾ ഫോം നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് ചോദിക്കും, ചേരുംപടി ചേർക്കാനായിട്ട് ചോദിക്കും. അതേപോലെ തന്നെ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നിട്ട് അതിൻ്റെ അകത്ത് ശരിയായത് തിരഞ്ഞെടുക്കുക എന്നുള്ളതും ചോദിക്കാറുണ്ട്. അപ്പോൾ PDF-ന്റെ പൂർണ്ണ രൂപം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പർച്ചേസ് ഡാറ്റ ഫോർമാറ്റ്, പെർമനന്റ് ഡോക്യുമെന്റ് ഫയൽ, പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്, പെർമനന്റ് ഡോക്യുമെന്റ് ഫോർമാറ്റ്. എന്താണ് പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്? ഓക്കെ, പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്. ഓപ്ഷൻ C ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്.
അതായത് എളുപ്പത്തിൽ ഫയൽ ചെയ്യാനും പ്രിന്റ് ചെയ്യാനും സാധിക്കുന്ന, എളുപ്പത്തിൽ ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ പ്രിന്റ് ചെയ്യാനും സാധിക്കുന്ന ഒരു ഫയൽ ഫോർമാറ്റാണ് PDF എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഫോർമാറ്റ് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പ്രിന്റ് എടുക്കാനാണെങ്കിലും വളരെ എളുപ്പമായിരിക്കും PDF ഫോർമാറ്റ് എന്ന് പറയുന്നത്. നമ്മൾ തുടക്കത്തിൽ ഈ പറയുന്ന പോലെ തന്നെ വേർഡ്, അതേപോലെ തന്നെ വേർഡ് ഫോർമാറ്റിൽ തന്നു. അതേപോലെ തന്നെ എന്താണ് പിന്നീട് അത് മാറ്റി, നിങ്ങളെല്ലാവരുടെയും അഭ്യർത്ഥന പ്രകാരമാണ് നമ്മൾ PDF മാറ്റി. പിന്നെ PDF-ലാണ് എന്ത് ചെയ്യാറുള്ളത്? ഈ പറയുന്ന ഫോർമാറ്റ് എല്ലാം ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ എളുപ്പത്തിൽ ഷെയർ ചെയ്യാനായിട്ട് പറ്റും PDF ഫോർമാറ്റ് ആണെങ്കിൽ. അതേപോലെ തന്നെ ഇതെന്താണ്, പ്രിന്റ് എടുക്കാനും വളരെ എളുപ്പവുമായിരിക്കും. ഓക്കെ, ഇത് വികസിപ്പിച്ചത്, PDF ഫോർമാറ്റ് വികസിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അഡോബ് സിസ്റ്റംസ് ആണ്. അഡോബ് സിസ്റ്റം ആണ് ഈ പറയുന്ന വികസിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ അഡോബ് സിസ്റ്റം ആണ് ഇത് വികസിപ്പിച്ചത്. നമുക്കറിയാം അഡോബ് റീഡർ എന്ന് പറയുന്നത് വരുന്നതാണ് ഈ പറയുന്ന PDF ബാക്കി സംഭവങ്ങൾ എല്ലാം വരുന്നത്. PDF ഫയലുകൾ, PDF എക്സ്റ്റൻഷനുകളാണ് ഉള്ളത്. അതേപോലെ തന്നെ നമുക്ക് പൂർണ്ണ രൂപങ്ങൾ കുറച്ച് നമുക്ക് പഠിക്കാം. അതായത് എപ്പോഴും PSC ചോദിക്കാറിലാണ് ANSI. ഓക്കെ, അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് ANSI എന്ന് പറയുന്നത്. അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ANSI. അടുത്തത് ASCII, അതായത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് ആണ് ASCII. അടുത്തത് ATM, ഒത്തിരി തവണ ചോദിച്ചതാണ്. ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ ആണ് ATM എന്ന് പറയുന്നത്. അടുത്തത് BCR എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാർകോഡ് റീഡർ ആണ് BCR. അടുത്തത് BIOS, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ആണ് BIOS. അടുത്തത് CAD, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആണ് CAD എന്ന് പറയുന്നത്. അടുത്തത് CAE, എന്താണ്, കമ്പ്യൂട്ടർ എയ്ഡഡ് എഞ്ചിനീയറിംഗ് ആണ് CAE. അടുത്തത് CAM, കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിംഗ് ആണ് CAM എന്ന് പറയുന്നത്. അടുത്തത് CDAC, സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടറിനെയാണ് CDAC എന്ന് പറയുന്നത്. അപ്പോൾ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടറിനെ CDAC എന്നാണ് പറയുന്നത്. അടുത്തത് CGA, കളർ ഗ്രാഫിക്സ് അഡാപ്റ്റർ ആണ് CGA എന്ന് പറയുന്നത്. അടുത്തത് CMOS, കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ എന്നതാണ് CMOS, കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. അടുത്തത് COBOL ആണ്, കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ് ആണ് COBOL എന്ന് പറയുന്നത്. അപ്പോൾ കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ് ആണ് COBOL. CRT, കാഥോഡ് റേ ട്യൂബ്, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് CRT, കാഥോഡ് റേ ട്യൂബ്. DDL, അതായത് ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ആണ് DDL, ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. അടുത്തത് DML ആണ്, ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ആണ് DML. അടുത്തത് DVD ആണ്, ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് ആണ് DVD. അപ്പോൾ DVD ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് ആണ് DVD എന്ന് പറയുന്നത്. അടുത്തത് EDSAC, ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ ആണ് EDSAC എന്ന് പറയുന്നത്. അപ്പോൾ EDSAC, ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ. EDVAC ആണ്, ഇലക്ട്രോണിക് ഡിസ്ക്രിപ്റ്റീവ് വേരിയബിൾ ഓട്ടോമേറ്റഡ് കമ്പ്യൂട്ടർ. അടുത്തത് ENIAC, ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റഡ് ആൻഡ് കമ്പ്യൂട്ടർ ആണ് ENIAC. EPROM എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറേസബിൾ പ്രോഗ്രാമിൽ റീഡ് ഓൺലി മെമ്മറി ആണ് EPROM, ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അടുത്തത് EPROM ആണ്, ഇലക്ട്രലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അടുത്തത് ഇമെയിൽ, ഇലക്ട്രോണിക് മെയിൽ എന്നുള്ളതാണ് ഇമെയിലിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അടുത്തത് HTTP, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് HTTP. അടുത്തത് ICANN, ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സിനെയാണ് ICANN എന്ന് പറയുന്നത്, ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. അടുത്തത് PROM, പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ആണ് PROM എന്ന് പറയുന്നത്, പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. PDF, പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ് ആണ് PDF. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞത് PDF പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ്. SMS, ഷോർട്ട് മെസ്സേജ് സർവീസ് ആണ് SMS എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഷോർട്ട് മെസ്സേജ് സർവീസ്. URL, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ് URL എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് USB, യൂണിവേഴ്സൽ സീരീസ് ബസ് ആണ് USB. മക്കളെ ഇതിൻ്റെ അകത്ത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് PDF, അതേപോലെ തന്നെ എന്താണ്
URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, അതേപോലെ തന്നെ HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ EEPROM അതായത് ഇലക്ട്രിക് ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. പിന്നെ വരുന്നതാണ് ഈ പറയുന്ന CRT കാഥോഡ് റേ ട്യൂബ്, അതേപോലെ തന്നെ ബയോസ് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ഇത്രയെങ്കിലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാനായി ശ്രമിക്കുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി ഉദ്ദേശിച്ചത്. അപ്പോൾ ക്ലാസ് കണ്ടു കഴിഞ്ഞു, അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൻ്റെ PDF നോട്ട് നമ്മുടെ ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇനിയും ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. കാരണം ക്ലാസ് കണ്ടു കഴിഞ്ഞ് PDF നോട്ട്, അതിനുശേഷം ഈ ഒരു ഭാഗത്തു നിന്നും വരുന്ന ക്വസ്റ്റ്യൻ ബോൾ കൃത്യം 9 മണിക്ക് എല്ലാ ദിവസവും ഉണ്ടാവും. അതിൽ കൂടി അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നുള്ളത് ആ ഒരു ക്വസ്റ്റ്യൻ ബോളിനോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്ലാസ്സുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.